Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചർ വീഡിയോയിൽ CET 204 ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 1-ലെ മൊഡ്യൂൾ നമ്പർ 1-ൽ നിന്നുള്ള ഫസ്റ്റ് ലെക്ചർ വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു സബ്ജക്റ്റ് ഇൻട്രൊഡക്ഷനും സോയിൽ മെക്കാനിക്സ് എന്താണ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്താണെന്നുള്ള ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനും തന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ലെക്ചർ മുതൽ നമ്മുടെ സിലബസ് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സോയിൽ ടൈപ്സ്, ഒറിജിൻ ഓഫ് സോയിൽ ടൈപ്സ്, ഈ രണ്ട് പോയിൻറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതേപോലെ ലെക്ചർ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു അനൗൺസ്മെൻറ്റ് കൂടിയുണ്ട്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 1-ൻ്റെ 2019 സ്കീം സിവിൽ എഞ്ചിനീയറിംഗ് 4th സെമസ്റ്റർ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 1-ൻ്റെ ഓൺലൈൻ ട്യൂഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും ക്വയറീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചേക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ഗൂഗിൾ മീറ്റിലൂടെയുള്ള ലൈവ് ക്ലാസ് അല്ല. നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കിൻ്റെയും വീഡിയോസ് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ മെയിൽ വഴി ഷെയർ ചെയ്യും. അതിൻ്റെ അകത്തുള്ള ഫർദർ ഡൗട്ട് ക്ലിയറൻസും ഡിസ്കഷനും മാത്രമാണ് ഗൂഗിൾ മീറ്റിൽ നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ വീഡിയോസ് എത്ര തവണ വേണമെങ്കിലും കാണാൻ പറ്റും. അപ്പോൾ ആർക്കെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലെക്ചർ സ്റ്റാർട്ട് ചെയ്യാം. CET 204 ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 1. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലെക്ചർ വീഡിയോയിൽ ഈ ഒരു ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 1-ൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് ലെക്ചറിൽ KTU തന്നെ പറയുന്ന ഫസ്റ്റ് ലെക്ചറിൽ അവർ പറഞ്ഞു പോകുന്നത് ഒന്ന് ഇൻട്രൊഡക്ഷൻ ടു സോയിൽ മെക്കാനിക്സ്. അത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് സോയിൽ ടൈപ്സിനെ പറ്റിയിട്ടാണ്. സോയിൽ ടൈപ്സിൻ്റെ ലെക്ചറാണ് നമുക്ക് ഇനി അടുത്ത് പറയാനുള്ളത്. അപ്പോൾ സോയിൽ ടൈപ്സ് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒറിജിൻ ഓഫ് സോയിലിനെ പറ്റി ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു പോകുന്നുണ്ട്. ഒറിജിൻ ഓഫ് സോയിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം റോക്കിൽ നിന്നാണ് സോയിൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ റോക്കിൽ നിന്ന് രണ്ട് പ്രോസസ്സ് വഴിയാണ്, മെയിനായിട്ട് രണ്ട് പ്രോസസ്സ് വഴിയാണ് സോയിലിൻ്റെ ഒറിജിൻ ഉണ്ടാകുന്നത്. ഒന്ന് ഫിസിക്കൽ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് റോക്ക്, സെക്കൻഡ് വൺ കെമിക്കൽ ഡീകമ്പോസിഷൻ. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു പോവാം. ആ ഓരോ പ്രോസസ്സിൽ നിന്നുണ്ടാകുന്ന സോയിൽസിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടഡ് സോയിലിൻ്റെ ഒന്ന് രണ്ട് ക്ലാസിഫിക്കേഷനും അതിൻ്റെ എക്സാമ്പിൾസും പറയാനുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ അകത്തൊരു റോക്ക് സൈക്കിളിൻ്റെ ഒരു ചെറിയൊരു ഫിഗറും പഠിക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്, സോയിൽ ടൈപ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ, സോയിൽ ടൈപ്പും ഒറിജിൻ ഓഫ് സോയിലിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾ ജിയോളജിയിൽ പഠിക്കുന്നുണ്ട്. SORI തന്നെയുള്ള ഒരു സബ്ജക്റ്റാണ് ജിയോളജി. അപ്പോൾ ജിയോളജിയിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലെക്ചർ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 1 എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് ഈ ഒരു ടോപ്പിക് സോയിൽ ടൈപ്സിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഒരു 3 മാർക്കോ 4 മാർക്കൊക്കെ വരെ വെയിറ്റേജേ ഉള്ളൂ. അത് A പാർട്ടിൽ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടോ B പാർട്ടിൽ ഒരു 4 മാർക്കിൻ്റെയൊക്കെ സബ് ക്വസ്റ്റ്യൻ ആയിട്ടോ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്ക് മാത്രമാണിത്. അപ്പോൾ നമുക്കിത് വളരെ ബ്രീഫായിട്ട് തന്നെ കവർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഒറിജിൻ ഓഫ് സോയിൽ നോക്കാം. ബൈ ദ പ്രോസസ് ഓഫ് വെതറിങ് റോക്ക് ഈസ് കൺവേർട്ടഡ് ഇൻ ടു. അപ്പോൾ വെതറിങ് ആക്ഷൻ വഴിയാണ് റോക്കിനെ സോയിലായിട്ട് കൺവേർട്ടഡ് ഇൻ ടു സോയിൽ. അപ്പോൾ നമുക്ക് ബേസിക്കലി രണ്ട് ടൈപ്പാണ് സോയിലുള്ളത്. റെസിഡ്യൂവൽ സോയിലുണ്ട്, ട്രാൻസ്പോർട്ടഡ് സോയിലുണ്ട്. അപ്പോൾ റോക്കിൽ വെതറിങ് ആക്ഷൻ വഴി നമുക്ക് സോയിലിനെ കിട്ടുന്നത്. അപ്പോൾ സോയിലിനെ ബേസിക്കലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ബേസിക് ക്ലാസിഫിക്കേഷൻ ഒന്ന് റെസിഡ്യൂവൽ സോയിലും രണ്ടാമത് ട്രാൻസ്പോർട്ടഡ് സോയിൽ. ഇഫ് ദ സോയിൽ റിമെയിൻസ് ഇൻ ദ റോക്ക് ഇറ്റ് സെൽഫ് ഇറ്റ് ഈസ് കോൾഡ് റെസിഡ്യൂവൽ സോയിൽ. അപ്പോൾ ഈ വെതറിങ് ആക്ഷൻ വഴി സോയിൽ ഫോം ചെയ്തു, പക്ഷേ ആ സോയിൽ ആ റോക്കിൻ്റെ തന്നെ ഭാഗമായിട്ടാണ്, അതിൻ്റെ അടുത്തൊക്കെ തന്നെയായിട്ടാണ് സെറ്റിൽ ചെയ്തേക്കുന്നതെങ്കിൽ നമ്മളതിനെ റെസിഡ്യൂവൽ സോയിൽ എന്ന് പറയും. അടുത്തത് ഈ വെതറിങ് ആക്ഷൻ വഴി നമുക്ക് സോയിൽ ഫോം ചെയ്തു. ആ ഫോം ചെയ്ത സോയിൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ വിൻഡ് ആകാം, റെയിൻ ആകാം, ഗ്ലേഷ്യർ മൂവ്മെൻറ്റ്സ് ആകാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രസൻസ് വഴി ട്രാൻസ്പോർട്ട് ചെയ്ത് വേറെ ഒരു സ്ഥലത്ത്, പാരൻ്റ് റോക്കിൽ നിന്ന് മാറി വേറെ ഒരു സ്ഥലത്ത് സെറ്റിലായിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് പറയും. ഓക്കെ,
വെതറിങ് ഓഫ് റോക്ക് ഡ്യൂ ടു മെക്കാനിക്കൽ ഡിസൻറ്റഗ്രേഷൻ ഓർ കെമിക്കൽ ഡീകമ്പോസിഷൻ. അപ്പോൾ മെയിൻലി നമുക്ക് വെതറിങ്, ഈ റോക്കിനെ സോയിലാക്കി കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു വെതറിങ് പ്രോസസ്സ് ബേസിക്കലി 2 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് മെക്കാനിക്കൽ ഡിസിൻറ്റഗ്രേഷൻ, അതിനെ തന്നെയാണ് നമ്മൾ ഫിസിക്കൽ ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് കെമിക്കൽ ഡീകമ്പോസിഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു റോക്കിൽ നിന്ന് സോയിൽ ഉണ്ടാകുന്ന ആ ഒരു വെതറിങ് പ്രോസസ്സിനെ നമ്മൾ ജിയോളജിക്കൽ സൈക്കിൾ അല്ലെങ്കിൽ റോക്ക് സൈക്കിൾ എന്ന് പറയും. അപ്പോൾ ഈ ഒരു തിയറി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഈ ജിയോളജിക്കൽ സൈക്കിൾ അല്ലെങ്കിൽ റോക്ക് സൈക്കിൾ കമ്പൾസറി ആയിട്ട് വരച്ചിട്ടുണ്ടാവും. ദ ജിയോളജിക്കൽ സൈക്കിൾ കൺസിസ്റ്റ് ഓഫ് ഇറോഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഡീകമ്പോസിഷൻ ആൻഡ് അപ്ഹീവൽ ഓഫ് സോയിൽ. അപ്പോൾ ജിയോളജിക്കൽ സൈക്കിൾ അല്ലെങ്കിൽ റോക്ക് സൈക്കിളിലുള്ള കമ്പോണൻസ് എന്ന് വെച്ചാൽ ഒന്ന് ഇറോഷൻ, വെതറിങ് കഴിയുമ്പോൾ അതിനെ ഇറോഡ് ചെയ്ത് പോവും. ട്രാൻസ്പോർട്ടേഷൻ, ട്രാൻസ്പോർട്ട് ചെയ്ത സോയിൽ എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ അപ്ഹീവൽ ഓഫ് സോയിൽ. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു ഫിഗർ നോക്കാം. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു റോക്കിൻ്റെ ഒരു സിമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ പോയി ഈ രീതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ റോക്ക് വെതറിങ് ആക്ഷൻസ് ഒക്കെ വഴി, റെയിനോ ഫിസിക്കലോ കെമിക്കലോ ആയിട്ടുള്ള വെതറിങ് ആക്ഷൻസ് വഴി അവിടെ നിന്ന് സോയിൽ ഫോം ചെയ്ത് അതിന് ഇറോഷൻ സംഭവിക്കും. ഇറോഷൻ സംഭവിച്ചത് എന്താണ്? പല ആക്ഷൻ വഴി, എയറിൻ്റെയോ വാട്ടറിൻ്റെയോ ഐസിൻ്റെയൊക്കെ ആക്ഷൻ വഴി അത് ആ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും. അതിനാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ട് ചെയ്ത സാധനം ഫൈനലി വന്ന് ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ അവിടെ നമുക്ക് ഡെപ്പോസിഷൻ ഉണ്ട്. ഇനി അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടായ പാരന്റ് റോക്കിൽ നിന്ന് സോയിൽ ഇറോഡ് ചെയ്തു, ട്രാൻസ്പോർട്ട് ചെയ്തു, ഫൈനലി എവിടെയാണ് ഈ ഒരു പോയിന്റിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ശരിക്കും ഇവിടെ ഉണ്ടായ സോയിലിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ചെറുതായിട്ട് മാറിയിട്ട് അതിവിടെ വന്ന് സെറ്റിൽ ചെയ്യപ്പെട്ടു. ഇനി എന്താണ്? വീണ്ടും ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഇപ്പോൾ ഇവിടെ സെറ്റിൽ ചെയ്ത സോയിലിനെ വീണ്ടും ഇറോഷൻ സംഭവിക്കും, അത് ട്രാൻസ്പോർട്ട് ചെയ്യും, ഫൈനലി വേറെ എവിടെയെങ്കിലും വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞൊരു സൈക്കിളാണ്. ഇറോഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഡെപ്പോസിഷൻ, അപ്ഹീവൽ. ഇതിങ്ങനെ ഈ ഒരു സൈക്ലിക് പ്രോസസ്സായിട്ട് കണ്ടിന്യൂ ചെയ്യും. ഈ ഒരു ഫിഗർ നമുക്ക് ഇങ്ങനെ വരക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളൊരു സൈക്കിളായിട്ടങ്ങ് വരച്ചാൽ മതി. 4 ആരോ മാർക്കുള്ള സൈക്കിൾ. അപ്പോൾ ആദ്യം തന്നെ ഇറോഷനാണ്. ഇറോഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞാൽ ഡെപ്പോസിഷൻ കഴിഞ്ഞാൽ അപ്ഹീവൽ. ഈ അപ്ഹീവൽ ചെയ്ത് സെറ്റിൽ ചെയ്തേക്കുന്ന സോയിൽ ഫർദർ വീണ്ടും ഏതെങ്കിലും ഫോഴ്സ് വഴി വീണ്ടും ഇറോഡ് ചെയ്യും, ട്രാൻസ്പോർട്ട് ചെയ്യും, വേറെ എവിടെയെങ്കിലും പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മുടെ വീടൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മുടെ മുറ്റത്തുള്ള മണ്ണൊക്കെ എന്താണ് ആ മഴവെള്ളത്തിൽ ഒലിച്ച് ചിലപ്പോൾ പുറത്തേക്കോ അപ്പുറത്തെ വീട്ടിലേക്കൊക്കെ സോയിലിലേക്കൊക്കെ ആയിരിക്കും പോകുന്നു. വീണ്ടും അടുത്ത മഴക്കാലം വരുമ്പോൾ അത് അവിടെ നിന്ന് റോഡ് ചെയ്ത് വേറെ സ്ഥലങ്ങളിലേക്ക് പോകും. അപ്പോൾ ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഈ ജിയോളജിക്കൽ സൈക്കിൾ അല്ലെങ്കിൽ റോക്ക് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർമേഷൻ ഓഫ് സോയിൽ ഞാൻ നേരത്തെ പറഞ്ഞു. ഫിസിക്കൽ ഡിസിൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡിസിൻറ്റഗ്രേഷൻ ഉണ്ട്, അതേപോലെ കെമിക്കൽ ഡീകമ്പോസിഷൻ ഉണ്ട്. ഫിസിക്കൽ ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ പ്രോസസ്സ് വഴി, ടെമ്പറേച്ചർ ചേഞ്ച്, വിൻഡ്, റെയിന്, വാട്ടറിൻ്റെ ഒക്കെ ആക്ഷൻ വഴി റോക്കിനെ സോയിലാക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഫിസിക്കൽ ഡിസിൻറ്റഗ്രേഷൻ. കെമിക്കൽ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻസ് വഴി. റോക്കിൻ്റെ അകത്ത് നമുക്കറിയാം ഒരുപാട് മിനറൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെന്തെങ്കിലും മറ്റു വാട്ടറോ ആയിട്ടോ ഹീറ്റൊക്കെ ആയിട്ടുള്ള റിയാക്ഷൻ വഴി അതിന് കെമിക്കൽ കോമ്പോസിഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടാകുന്ന ആ ഒരു പ്രോസസ്സിനാണ് കെമിക്കൽ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫിസിക്കൽ ഡിസിൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ വെതറിങ് എന്താണെന്ന് നോക്കാം. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ കെമിക്കൽ കോമ്പോസിഷൻ. അതായത് ഫിസിക്കൽ ഡിസിൻറ്റഗ്രേഷൻ വഴി റോക്ക് സോയിലായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ് ഈ ഉണ്ടാകുന്ന സോയിലിന് നേരത്തെ അതിൻ്റെ പാരന്റ് റോക്ക് അല്ലേ, റോക്കിൽ നിന്നാണോ ആ സോയിൽ ഉണ്ടാകുന്നത്, അതിനെയാണ് നമ്മൾ പാരന്റ് റോക്ക് എന്ന് പറയുന്നത്. ആ പാരന്റ് റോക്കിലുള്ള അതേ കെമിക്കൽ കോമ്പോസിഷൻ തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഫിസിക്കൽ ഡിസിൻറ്റഗ്രേഷൻ വഴി ഉണ്ടാകുന്ന സോയിലിന് അതിൻ്റെ പാരന്റ് റോക്കിൻ്റെ അതേ കെമിക്കൽ കോമ്പോസിഷൻ തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. സോയിൽ ഫോംഡ് ഹാസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് പാരന്റ് റോക്ക്. ഇപ്പോൾ ഒരേ കെമിക്കൽ കോമ്പോസിഷൻ ഉള്ളതുകൊണ്ട് തന്നെ എന്തായിരിക്കും ആ പാരന്റ് റോക്കിന്, ഏത് റോക്കിൽ നിന്നാണോ സോയിൽ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് വന്നത് ആ റോക്കിൻ്റെ ഉള്ള അതേ പ്രോപ്പർട്ടീസ് തന്നെയായിരിക്കും ഈ ഒരു സോയിലിനും ഉണ്ടാകുന്നത്. ഇനി ഫിസിക്കൽ ഡിസിൻറ്റഗ്രേഷൻ വഴി നമുക്ക് കിട്ടുന്ന സോയിൽ എന്ന് പറഞ്ഞാൽ കോസ് ഗ്രെയിൻഡ് സോയിലായിരിക്കും. കോസർ ഗ്രെയിൻഡ് സോയിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കമ്പാരിറ്റീവ്ലി ഇച്ചിരി ഗ്രെയിൻ സൈസ് അല്ലെങ്കിൽ അതിൻ്റെ സിമ്പിളായിട്ട് അതിൻ്റെ സൈസ് കൂടിയ സോയിലായിരിക്കും നമുക്ക് ഫോം ചെയ്ത് കിട്ടുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഗ്രാവൽ, സാൻഡ് എക്സെട്ര. നമ്മൾ കോമൺലി പറയുന്നത് നോൺ കൊഹസീവ് സോയിൽ എന്നാണ്. ഈ കോസ് ഗ്രെയിൻഡ് സോയിലിനെ നമ്മൾ പറയുന്നത് നോൺ കൊഹസീവ് സോയിൽ എന്നാണ്. അപ്പോൾ എന്താണ് നോൺ കൊഹസീവ് സോയിൽ എന്നുള്ളത് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം.
ഒക്കേഴ്സ് ഡ്യൂ ടു ഫോളോയിങ് ഫിസിക്കൽ പ്രോസസ്സ്. അപ്പോൾ ഈ ഫിസിക്കൽ ഡിസിൻറ്റഗ്രേഷൻ പ്രോസസ്സ് നടക്കാൻ കാരണമായിട്ടുള്ള റീസൺസ് ആണ്. ഒന്ന് ടെമ്പറേച്ചർ ചേഞ്ച്, വെഡ്ജ് ആക്ഷൻ ഓഫ് ഐസ്, സ്പ്രെഡിങ് ഓഫ് റൂട്ട്സ് ഓഫ് പ്ലാന്റ്സ്, അബ്രേഷൻ അല്ലെങ്കിൽ അബ്സ്ട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നോക്കാം. അപ്പോൾ ഫിസിക്കൽ ഡിസിൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ വെതറിംഗ് ആണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എങ്ങനെ ഉണ്ടാകുന്ന സോയിലിന് പാരന്റ് റോക്കിൻ്റെ അതേ പ്രോപ്പർട്ടി ആയിരിക്കും, പാരന്റ് റോക്കിൻ്റെ അതേ കോമ്പോസിഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന സോയിൽ എന്ന് പറഞ്ഞാൽ കോസർ ഗ്രെയിൻഡ് സോയിൽ ആയിരിക്കും. അതിൻ്റെ എക്സാമ്പിൾ ഗ്രാവലും സാൻഡും ആണ്. അതിനെ തന്നെ നമ്മൾ നോൺ കൊഹസീവ് സോയിൽ എന്നും പറയും. ഓക്കെ, ഇനി ഫിസിക്കൽ ഡിസിൻറ്റഗ്രേഷൻ ഉണ്ടാകാൻ കാരണമാകുന്ന പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ടെമ്പറേച്ചർ ചേഞ്ച്. Okay, the different minerals of rock have different coefficient of thermal expansion. Due to temperature changes, unequal expansion and contraction of mineral take place. When the stress induced due to such change are repeated many times, the particle get detached from the rock and the soils are formed. അപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് എന്ന് പറയുന്ന ആ പ്രോസസ്സിന് കാരണമാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഇതാണ് നമ്മുടെ പാരന്റ് റോക്ക് എന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ പാരന്റ് റോക്ക്. ഈ പാരന്റ് റോക്കിൽ പല ടൈപ്പ് ഓഫ് മിനറൽസ് ഉണ്ട്. ഇപ്പോൾ ഇതൊരു ഇഗ്നിയസ് റോക്കോ സെഡിമെൻ്ററി റോക്കോ എന്തും ആയിക്കോട്ടെ, അതിനകത്ത് ഒരുപാട് മിനറൽസ് ഉണ്ടാവും. പല പോർഷനിലും പല ടൈപ്പ് ഓഫ് മിനറൽസ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാകുന്നത്. ഈ ഓരോ മിനറലിനും ഓരോ ടെർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. ടെർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ ചേഞ്ച് വന്നാൽ സംഭവിക്കുന്നത് ഈ റോക്കിൻ്റെ അകത്ത് സൺലൈറ്റിൻ്റെ പ്രസൻസ് കൊണ്ട് ഹീറ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മളൊരു 10 ഡിഗ്രി ഹീറ്റ് ഇതിനകത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടെർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ഏറ്റവും കൂടുതലുള്ള പോർഷൻ, അല്ലെങ്കിൽ ആ കൂടുതലുള്ള പോർഷനിലുള്ള മിനറൽ അത് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യും. ടെമ്പറേച്ചർ ചേഞ്ച് വരുമ്പോൾ അത് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുന്നതനുസരിച്ച് എന്താണ്, ടെമ്പറേച്ചർ കുറയുമ്പോൾ കോൺട്രാക്റ്റിങ് ചെയ്യും. ഏറ്റവും കുറവ് ടെർമൽ കോഎഫിഷ്യൻ്റ് ഉള്ള ഒരു മിനറൽ പോർഷൻ ആണെങ്കിൽ 10 ഡിഗ്രി ടെമ്പറേച്ചർ റൈസ് ചെയ്യും. 10 ഡിഗ്രി ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ ഒരു എക്സാമ്പിൾ. ഇപ്പോൾ ഒരു ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതിന് ചെറിയ ഒരു എക്സ്പാൻഷനും ടെമ്പറേച്ചർ കുറയുമ്പോൾ ചെറിയൊരു കോൺട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു റോക്ക് പാർട്ടിക്കിളിൻ്റെ അകത്ത് തന്നെ ഒരു പോർഷൻ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യും, മറ്റേ പോർഷൻ കുറച്ച് എക്സ്പാൻഡേ ചെയ്യുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ചെറിയതായിട്ട് ക്രാക്സ് വന്ന് തുടങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻസ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, പതുക്കെ ഈ റോക്ക് പൊട്ടാൻ തുടങ്ങും. അങ്ങനെ ഇത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് ടൈനി മോളിക്യൂൾസ് അല്ലെങ്കിൽ ടൈനി സോയിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ആ ഒരു പ്രോസസ്സാണ് ഈ ഒരു ടെമ്പറേച്ചർ ചേഞ്ചിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഒരു റോക്കിൻ്റെ അകത്ത് പല ടൈപ്പ് മിനറൽസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഈ പല മിനറൽസിനും പല ടെർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യൻസ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാകുമ്പോൾ എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റ് കൂടുതലുള്ള മിനറൽസ് കൂടുതലായിട്ട് എക്സ്പാൻഡും ചെയ്യും, കൂടുതലായിട്ട് കോൺട്രാക്റ്റും ചെയ്യും. അങ്ങനെ ഓവറോൾ ഇതിനകത്തുള്ള ഡിഫറെൻറ്റ് മിനറൽസ് അൺഈക്വൽ ആയിട്ടുള്ള എക്സ്പാൻഷനും അൺഈക്വൽ ആയിട്ടുള്ള കോൺട്രാക്ഷനും ഉണ്ടാവും. ഒരുപാട് പ്രാവശ്യം ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് പാർട്ടിക്കിൾസ് സെപ്പറേറ്റ് ചെയ്ത് ഒടിഞ്ഞു പോകാനുള്ള ടെൻഡൻസി വരും. അങ്ങനെയാണ് സോയിൽ ഫോർമേഷൻ ഉണ്ടാകുന്നത്. അടുത്തത് വെഡ്ജിങ് ആക്ഷൻ ഓഫ് ഐസ്. വാട്ടർ ഇൻ ദ പോർസ് ഓഫ് ദ ക്രാക്സ് ഗെറ്റ് ഫ്രോസൺ ഇൻ വെരി കോൾഡ് ക്ലൈമറ്റ്. ആസ് ദ വോളിയം ഓഫ് ഐസ് ഫോംഡ് ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ, എക്സ്പാൻഷൻ ഒക്കേഴ്സ്, റോക്സ് ഗെറ്റ് ബ്രോക്കൺ ഇൻ ടു പീസസ്. ഇത് വളരെ സിമ്പിളാണ്. ഇത് നമ്മുടെ റോക്ക് സർഫസ് ആണ്. ഇതാണ് നമ്മുടെ റോക്ക് സർഫസ്. അപ്പോൾ ഈ ഒരു റോക്ക് സർഫസിൻ്റെ ചെറിയൊരു ക്രാക്ക്, ഒരു ഡിപ്രഷനുണ്ട്. ഇതാണ് റോക്ക് സർഫസ് ഉള്ളത്. ഇനി നമുക്കറിയാം, തണുപ്പ് കാലത്തോ അല്ലെങ്കിൽ റെയിനൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ അകത്ത് വാട്ടർ ഡെപ്പോസിറ്റ് ചെയ്യും അല്ലേ. ഇതിൻ്റെ അകത്ത് വാട്ടർ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഈ പോർസിൻ്റെ അകത്ത് ജസ്റ്റ് വാട്ടർ കയറി ഇരിക്കും. ഇനി രാത്രി കാലങ്ങളിൽ എന്ത് സംഭവിക്കും, ഈ വാട്ടർ അങ്ങ് ഐസിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമുക്കറിയാം, വാട്ടർ ഐസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന് വോളിയത്തിൽ ചെറിയൊരു എക്സ്പാൻഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം ഇത്രയും വാട്ടർ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇത് നേരെ ഐസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതിന് വോളിയം എക്സ്പാൻഡ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും. പക്ഷെ അത്രയും ഗ്യാപ്പ് വോയിഡ് ഇതിൻ്റെ അകത്ത് ഇല്ലാത്തതുകൊണ്ട് എന്ത് സംഭവിക്കും, ഇത് പതുക്കെ ഇതിൻ്റെ ക്രാക്സ് വലുതാകാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതിൻ്റെ ക്രാക്സ് വലുതായി, കുഴി ഇങ്ങനെ വലുതായി അവസാനം ഇത് 2 പീസ് ഓഫ് റോക്കായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് സോയിൽസ് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ റോക്കിൻ്റെ അകത്തുള്ള ചെറിയ ക്രാക്സിലൊക്കെ വെള്ളം ഡെപ്പോസിറ്റ് ചെയ്യും. ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന വെള്ളം ഫ്രോസൺ ആയി കഴിയുമ്പോൾ, ഐസായി കഴിയുമ്പോഴത്തേക്കും എന്താണ്, അതിന് എക്സ്പാൻഷൻ ഉണ്ടാകും. അങ്ങനെ എക്സ്പാൻഷൻ ഉണ്ടാകുന്ന സമയത്ത്, വോളിയം ഇൻക്രീസ് വരുന്ന സമയത്ത് ഈ റോക്കിൽ പതുക്കെ ക്രാക്സ് വരാൻ തുടങ്ങും. അങ്ങനെ
ഈ വാട്ടറിൻ്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് റോക്ക് ക്രാക്ക് ചെയ്ത് അത് 2 പീസായിട്ട് സെപ്പറേറ്റ് ചെയ്ത് പോകും. ഓക്കെ, അടുത്തത് സ്പ്രെഡിങ് ഓഫ് റൂട്ട്സ് ഓഫ് പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ലെവൽ ഇതാണ്, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും റോക്ക് പാർട്ടിക്കിൾസ് ഉണ്ട്, ഇവിടെ ഒരു ട്രീയും ഉണ്ട്. അപ്പോൾ ഈ ട്രീയുടെ റൂട്ട്സ് ഈ റോക്കിൻ്റെ സൈഡിലായിട്ടൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ റൂട്ട് സ്പ്രെഡ് ചെയ്യുന്നതനുസരിച്ച്, വലുതാകുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഈ റോക്ക് പാർട്ടിക്കിളിനെ പൊടിച്ച് കളയാൻ തുടങ്ങും, അല്ലെങ്കിൽ ക്രാക്സ് വരുത്താൻ തുടങ്ങും. അപ്പോൾ അതാണ് സ്പ്രെഡിങ് ഓഫ് റൂട്ട്സ് ഓഫ് പ്ലാന്റ്സ്. അപ്പോൾ റോക്ക് ഉള്ള പോയിന്റിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളിതുപോലെ ട്രീസൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട്സ് സ്പ്രെഡ് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ സൈഡിലുള്ള റോക്സിന് ക്രാക്സ് വരാനും അത് ഫർദർ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് സോയിലാകാനും ടെൻഡൻസി വരും. അടുത്ത ലാസ്റ്റ് വൺ, അബ്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ അബ്രേഷൻ. ആസ് ദ വാട്ടർ, വിൻഡ് ആൻഡ് ഗ്ലേഷ്യേഴ്സ് മൂവ് ഓവർ ദ സർഫസ് ഓഫ് റോക്ക്, അബ്സ്ട്രാക്ഷൻ ആൻഡ് സ്കൗറിങ് എന്ന് പറയുമ്പോൾ SCOURING, സ്കൗറിങ് ടേക്ക് പ്ലേസ്. സ്കൗറിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡിസിൻറ്റിഗ്രേഷൻ, പൊടിഞ്ഞു പോവുക, ആ ഒരു പ്രോസസ്സിനാണ് സ്കൗറിങ് എന്ന് പറയുന്നത്. ദിസ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് സോയിൽ. ഇപ്പോൾ നമുക്ക് റോക്ക് സർഫസ് ഉണ്ട്, സപ്പോസ് ഇതൊരു വെള്ളച്ചാട്ടമാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലെ കൂടി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഫോഴ്സ് കൊണ്ട് എന്ത് സംഭവിക്കും, ഈ ഒരു സർഫസ് ഇങ്ങനെ പൊടിഞ്ഞു പോകാൻ തുടങ്ങും. അത് വളരെ മൈന്യൂട്ടായിരിക്കും, നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല. ഉണ്ടെങ്കിൽ നമ്മൾ കടൽ തീരത്ത് പോയിട്ടുണ്ടെങ്കിൽ തിര ഇങ്ങനെ എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കും. കടൽ തീരത്ത് നമ്മൾ ചെരുപ്പിടാതെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളപ്പോൾ ഫീൽ ചെയ്യില്ല. നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് കാലിൻ്റെ തൊലി നോക്കിയിട്ടുണ്ടെങ്കിൽ ചെറിയ ക്രാക്സും പൊട്ടലൊക്കെ നമുക്ക് കാണാൻ പറ്റും. കാരണം കടൽ തീരത്തുള്ള മണ്ണ് വളരെ ഷാർപ്പ് എഡ്ജഡാണ്. അത് ഷാർപ്പ് എഡ്ജഡായിട്ട് വരാനുള്ള കാരണം ഇതേപോലെ തിര എപ്പോഴും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സോയിൽസ് തമ്മിൽ എപ്പോഴും ഒരഞ്ഞ് അത് കൂടുതൽ ഷാർപ്പണായിട്ടും അത് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കടൽ തീരത്തുള്ള മണ്ണ് നോക്കിയാൽ നിങ്ങൾക്കറിയാം വളരെ തിന്നിയായിരിക്കും, വളരെ മൈന്യൂട്ടായിട്ട് തിൻ ഷാർപ്പ് എഡ്ജായിട്ടുള്ള സോയിൽസ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ്, കണ്ടിന്യൂസ് വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് ഈ സോയിൽസ് തമ്മിൽ റബ്ബ് ചെയ്ത് അവിടെ അതിൻ്റെ പാർട്ടിക്കിൾ സൈസ് ചെറുതാവും, അത് ഷാർപ്പണാകുകയും ചെയ്യും. ഇതാണ് നമുക്ക് ഫിസിക്കൽ ഡിസിൻറ്റഗ്രേഷനിൽ പറയാനുള്ളത്. ഇനി നമുക്ക് നേരെ കെമിക്കൽ ഡീകമ്പോസിഷനിലേക്ക് പോകാം. അപ്പോൾ കെമിക്കൽ ഡീകമ്പോസിഷനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഒരു പാരന്റ് റോക്ക് ഉണ്ട്. ഇതിൽ കെമിക്കൽ കോമ്പോസിഷൻ മാറി ഡീകമ്പോസിഷൻ ചെയ്തിട്ടാണ് നമുക്ക് സോയിൽ ഉണ്ടാകുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, ഒറിജിനൽ റോക്ക് മിനറൽസ് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ന്യൂ മിനറൽസ്. അപ്പോൾ ശരിക്കുള്ള റോക്ക് മെറ്റീരിയൽ അല്ലെങ്കിൽ റോക്കിൻ്റെ അകത്തുള്ള ശരിക്കുള്ള മിനറൽസിനെ ട്രാൻസ്ഫോം ചെയ്ത് പുതിയ സോയിൽ മിനറൽസാണ് ആകുന്നത്. അപ്പോൾ കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാവും. ഇവിടെ ഉണ്ടാകുന്ന അതേ പ്രോപ്പർട്ടി ഉള്ള മിനറൽസ് ആയിരിക്കില്ല സോയിലുണ്ടാകുന്നത്. അപ്പോൾ പാരന്റ് റോക്കിൽ എന്തെങ്കിലും കെമിക്കൽ ചേഞ്ചസ് വന്ന് പുതിയ മിനറൽസ് ആയിട്ടുള്ള സോയിൽസാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, സോയിൽ ഫോം ഡസ് നോട്ട് ഹാവ് ദ പ്രോപ്പർട്ടീസ് ഓഫ് പാരന്റ് റോക്ക്. അപ്പോൾ പാരന്റ് റോക്കിന് കെമിക്കൽ ഡീകമ്പോസിഷൻ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ കെമിക്കൽ ഡീകമ്പോസിഷൻ സംഭവിക്കുമ്പോഴാണ് നമുക്ക് പുതിയ സോയിൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പുതിയ സോയിലിന് പാരന്റ് റോക്കിൻ്റേതായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ടാവില്ല. ഒക്കർ ഡ്യൂ ടു ദ ഫോളോയിങ് കെമിക്കൽ പ്രോസസ്സ്. ഈ കെമിക്കൽ ഡീകമ്പോസിഷൻ ഉണ്ടാകാൻ കാരണമായിട്ടുള്ള കെമിക്കൽ പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മൾ നേരത്തെ ഫിസിക്കൽ ഡിസിൻറ്റഗ്രേഷൻ പറഞ്ഞായിരുന്നു, കോസർ ഗ്രൈൻഡ് സോയിൽസ് ആണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ കെമിക്കൽ ഡീകമ്പോസിഷൻ ആണെങ്കിൽ നമുക്ക് ഫൈൻ ഗ്രൈൻഡ് സോയിൽസ് ആണ് ഈ കെമിക്കൽ ഡീകമ്പോസിഷൻ വഴി കിട്ടുന്ന സോയിൽസിനുണ്ടാകും. അതിൻ്റെ എക്സാമ്പിൾ സിൽട്ട്, ക്ലേ ആണ്. അതിനെ നമ്മൾ കൊഹസീവ് സോയിൽ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ മറ്റേതിൽ നമ്മൾ കോസർ ഗ്രൈൻഡ് സോയിൽസ് ആണ് കിട്ടിയത്. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞത് സാൻഡും ഗ്രാവലുമാണ്. അത് നോൺ കൊഹസീവുമാണ്. ഇവിടെ നേരെ ഓപ്പോസിറ്റ് വളരെ ഫൈനായിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള സോയിൽസ് ആണ് കിട്ടുന്നത്. എക്സാമ്പിൾ സാൻഡും ക്ലേയും ആണ്. അതിനെ നമ്മൾ കൊഹസീവ് സോയിൽ എന്നാണ് വിളിക്കുന്നത്. ഇനി കെമിക്കൽ ഡീകമ്പോസിഷന് കാരണമായിട്ടുള്ള പ്രോസസ്സ് എന്തൊക്കെയെന്ന് നോക്കാം. ഒന്നാമത് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ ഒക്കേഴ്സ് വെൻ ദ ഓക്സിജൻ അയൺ കമ്പൈൻസ് വിത്ത് ദ മിനറൽസ് ഇൻ ദ റോക്ക്. അപ്പോൾ ഓക്സിഡേഷൻ സംഭവിക്കാനുള്ള മെയിൻ കാരണം ഓക്സിജൻ അയൺ റോക്കിൻ്റെ അകത്തുള്ള മിനറൽസുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് ഈ ഓക്സിഡേഷൻ പ്രോസസ്സ് സംഭവിക്കുന്നത്. ഓക്സിഡേഷൻ റിസൾട്ട് ഇൻ ഡീകമ്പോസിഷൻ ഓഫ് റോക്ക്. ഈ ഓക്സിഡേഷനാണ് റോക്സിൻ്റെ ഡീകമ്പോസിഷന് കാരണമാകുന്നത്. ദ മോസ്റ്റ് കോമൺലി ഒബ്സർവ്ഡ് ഈസ് ദ ഓക്സിഡേഷൻ ഓഫ് അയൺ 2+ ആണ്, അയൺ Fe2+, ആൻഡ് ദ കോമ്പിനേഷൻ വിത്ത് ഓക്സിജൻ ആൻഡ് വാട്ടർ ടു ഫോം Fe3+. അപ്പോൾ യൂഷ്വലി നമ്മൾ ഈ ഒരു ഓക്സിഡേഷൻ പ്രോസസ്സിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നൊരു കാര്യം, അയൺ ഓക്സൈഡ്സ് എന്ന് പറഞ്ഞാൽ Fe2+ ആയിട്ടുള്ള അയോൺസിനെ
ഓക്സിജനും വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ അത് Fe3+ ആയിട്ട് കൺവേർട്ട് ചെയ്യും. Fe3+ ഹൈഡ്രോക്സൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്സൈഡ് സച്ചസ് ജിയോടൈറ്റ്, ലൈമോസൈറ്റ്, ഹേമറ്റൈറ്റ്. This gives the affected rock a reddish brown colorization on the surface which crumbles easily and weakens the rocks. അപ്പോൾ ഈ ജിയോടൈറ്റിൻ്റെയും ലൈമോസൈറ്റിൻ്റെയും ഹേമറ്റൈറ്റിൻ്റെയും പ്രസൻസ് കൊണ്ടാണ് ഈ ഒരു ഉണ്ടാകുന്ന സോയിൽ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ആ ഉണ്ടാകുന്ന റോക്കിന് ഒരു റെഡിഷ് ബ്രൗൺ കളർ ഫോം ചെയ്യുന്നത്. അങ്ങനെ റെഡിഷ് ബ്രൗൺ കളർ ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് പെട്ടെന്നായിട്ട് സ്ക്രബിൾ ചെയ്യും, പൊടിഞ്ഞു പോകും. അത് വീക്ക്നെസ് കൊണ്ട് ആൻഡ് വീക്കൻസ് ദ റോക്ക്. ആ ഒരു റോക്ക് പാർട്ടിക്കിൾസ് മൊത്തത്തിന് എന്ത് ചെയ്യും, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് കളയും, സ്ക്രബിൾസ് പൊടിച്ച് കളയും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ റസ്റ്റിംഗ് എന്നും പറയാറുണ്ട്. അപ്പോൾ അത്ര ആണ് ഈ ഒരു ഓക്സിഡേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത നമുക്ക് കാർബണേഷൻ. അടുത്ത പ്രോസസ്സ് കാർബണേഷനാണ്. കാർബൺ ഡയോക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ കമ്പൈൻ വിത്ത് വാട്ടർ ടു ഫോം കാർബോണിക് ആസിഡ്. വളരെ സിമ്പിളാണ്. അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ട്. ഈ കാർബൺ ഡയോക്സൈഡും വാട്ടറും റോക്കിൻ്റെ അകത്തുള്ള വാട്ടറൊക്കെ ഇട്ട് കമ്പൈൻ ചെയ്തിട്ട് കാർബോണിക് ആസിഡ് ഫോം ചെയ്യും. ദ കാർബോണിക് ആസിഡ് റിയാക്ട് വിത്ത് കെമിക്കലി വിത്ത് ദ റോക്ക് ആൻഡ് കോസസ് ദ ഡീകമ്പോസിഷൻ. അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്ത കാർബോണിക് ആസിഡ് റോക്കുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡീകമ്പോസിഷന് കാരണമാകും. ഓക്കെ, അടുത്തത് ഹൈഡ്രേഷൻ. ദ മിനറൽസ് ഇൻ ദ റോക്ക് കമ്പൈൻ വിത്ത് വാട്ടർ ആൻഡ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ന്യൂ കെമിക്കൽ കോമ്പൗണ്ട്. അപ്പോൾ റോക്കിൻ്റെ അകത്ത് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഒരുപാട് മിനറൽസ് ഉണ്ട്. അപ്പോൾ ഈ മിനറൽസ് അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് സംഭവിക്കും, ഒരു പുതിയ കെമിക്കൽ കോമ്പൗണ്ട് ഫോം ചെയ്യും. അത് ഡിപ്പെൻസ്, ഓരോ മിനറലിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ദ കെമിക്കൽ റിയാക്ഷൻ കോസസ് എ ചേഞ്ച് ഇൻ വോളിയം ആൻഡ് ഡീകമ്പോസിഷൻ ഓഫ് റോക്സ് ഇൻ ടു സ്മോൾ പാർട്ടിക്കിൾസ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻസ് വഴി എന്ത് സംഭവിക്കും, ആ റോക്കിൻ്റെ അകത്ത് വോളിയം ചേഞ്ചസ് ഉണ്ടാകുകയും ആ റോക്കിനെ ഡീകമ്പോസ് ചെയ്ത് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഈ ഹൈഡ്രേഷൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് അയൺ ഓക്സൈഡ്സ് ആർ കൺവേർട്ടഡ് ടു അയൺ ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രേഷൻ ഓഫ് അൺഹൈഡ്രേറ്റഡ് ഫോംസ് ഓഫ് ജിപ്സം. അടുത്ത പ്രോസസ്സ്, നാലാമത്തെ പ്രോസസ്സ് ലീച്ചിങ്. കെമിക്കൽ പ്രോസസ്സിൽ അല്ലെങ്കിൽ കെമിക്കൽ ഡീകമ്പോസിഷനിലെ ലാസ്റ്റ് വൺ ലീച്ചിങ് ആണ്. ദ പ്രോസസ് ഇൻ വിച്ച് പെർക്കുലേറ്റിംഗ് വാട്ടർ വാഷസ് ഔട്ട് വാട്ടർ സോല്യൂബിൾ സോൾട്ട് ഫ്രം ദ സോയിൽ. പെർക്കുലേറ്റിംഗ് സോയിൽ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് ഒലിച്ചിറങ്ങുന്ന വെള്ളം. ഇപ്പോൾ റോക്കാണെങ്കിൽ റോക്കിൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു പോർസ് ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ പോർസ് വഴി ഇതിൻ്റെ അകത്തേക്ക് വാട്ടർ അകത്തേക്ക് സീപ്പ് ചെയ്ത് ഇറങ്ങും. അപ്പോൾ ഇങ്ങനെ പെർക്കുലേറ്റ് ചെയ്യുന്ന വാട്ടർ എന്ത് ചെയ്യും, വാട്ടർ സോല്യൂബിൾ സോൾട്സിനെ വാഷ് ചെയ്ത് കളയും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റോക്കിൻ്റെ അകത്ത് എന്തെങ്കിലും ഡിസിൻറ്റഗ്രേഷൻ ഉണ്ടാകും. ഇത്രയാണ് നമുക്ക് കെമിക്കൽ ഡീകമ്പോസിഷനിൽ പറയാനുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഫിസിക്കൽ നമ്മൾ പറഞ്ഞപ്പോൾ, ഫിസിക്കൽ ഡിസിൻറ്റഗ്രേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് കിട്ടുന്നത് കൊഹിഷൻലെസ് സോയിൽ അല്ലെങ്കിൽ നോൺ കൊഹസീവ് സോയിൽ. അതേപോലെ നമ്മൾ കെമിക്കൽ ഡീകമ്പോസിഷനിൽ കിട്ടുന്ന സോയിൽ നമ്മൾ കൊഹസീവ് സോയിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ കൊഹസീവ് സോയിൽ, എന്താണ് ഈ കൊഹിഷൻലെസ് അല്ലെങ്കിൽ നോൺ കൊഹസീവ് സോയിൽ, അതാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോയിൽ ഇൻ വിച്ച് ദ അബ്സോർബ്ഡ് വാട്ടർ ആൻഡ് പാർട്ടിക്കിൾസ് അട്രാക്ഷൻ ആക്ട് സച്ച് ദാറ്റ് ഇറ്റ് ഡീഫോംസ് plastically at varying water content are known as cohesive soil or clay. This cohesive property is due to the presence of clay mineral in soil. ഓക്കെ, അപ്പോൾ കൊഹസീവ് സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സോയിൽ പാർട്ടിക്കിളിൻ്റെ അകത്തുള്ള അബ്സോർബ്ഡ് വാട്ടറും ആൻഡ് പാർട്ടിക്കിൾസ്, ആ ഒരു സോയിലിൻ്റെ അകത്തുള്ള അബ്സോർബ്ഡ് ആയിട്ടുള്ള അതിൻ്റെ അകത്തുള്ള വാട്ടറും അതിൻ്റെ പാർട്ടിക്കിൾസും എന്ത് ചെയ്യും, മിക്സ് ചെയ്യുമ്പോൾ അത് പ്ലാസ്റ്റിക്കലി ഓരോ വാട്ടർ കണ്ടന്റ് അനുസരിച്ച് നമുക്കതൊരു ഓരോ പ്ലാസ്റ്റിസിറ്റി ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ കൊഹസീവ് സോയിൽ അല്ലെങ്കിൽ ക്ലേ എന്ന് പറയുന്നത്. ഇനി ഒരു കൊഹസീവ് പ്രോപ്പർട്ടി ഉണ്ടാകാനുള്ള കാരണം അതിൻ്റെ അകത്ത് ക്ലേ മിനറൽസിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്തത് ദ സോയിൽ കമ്പോസ്റ്റ് ഓഫ് ബൾക്കി ഗ്രെയിൻസ് ആർ കൊഹിഷൻലെസ് റിഗാർഡ്ലെസ് ഓഫ് ദ ഫൈൻനെസ് ഓഫ് ദ പാർട്ടിക്കിൾ. അപ്പോൾ കുറച്ചുകൂടി ബൾക്കി ഗ്രെയിൻ എന്ന് വെച്ചാൽ കോസർ ഗ്രെയിൻ, ഇച്ചിരി നമ്മുടെ ഇൻഡിവിജ്വലി ഒരു സോയിലിൻ്റെ തരി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് ഇച്ചിരി കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ ബൾക്കി ഗ്രെയിൻ എന്ന് പറയും. അപ്പോൾ ഇച്ചിരി വലിയ കോസർ ഗ്രെയിൻ ആയിട്ടുള്ള സോയിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതെന്തായിരിക്കും, കൊഹിഷൻലെസ് ആയിരിക്കും. ഇതേപോലെ പ്ലാസ്റ്റിസിറ്റി നേച്ചർ ഉണ്ടാവില്ല. ദ റോക്ക് ഫ്ലോർ ഈസ് കൊഹിഷൻലെസ് even when it has the particle size less than 2 microns
ഈ ഒരു സിമ്പിൾ നമ്മൾ മ്യൂ എന്നാണ് വായിക്കുന്നത്, പക്ഷേ അതിനെ സൈസിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ മൈക്രോൺസ് എന്നാണ് പറയുന്നത്. അപ്പോൾ 1 മ്യൂ എന്നുള്ളതിനെ നമ്മൾ വായിക്കുന്നതും 1 മൈക്രോൺ എന്നാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 10⁻⁻6 മീറ്റർ. എമ്മിലേക്ക് കൺവേർട്ട് ചെയ്താൽ 10⁻³ mm. അപ്പോൾ എത്ര ചെറിയ സൈസാണ് ഈ സോയിൽ പാർട്ടിക്കിളിലുള്ളതെന്ന് നിങ്ങൾ ചിന്തിച്ചു വേണം. ദ റോക്ക് ഫ്ലോർ ഈസ് കൊഹിഷൻലെസ് അല്ലെങ്കിൽ നോൺ കൊഹിസീവ് വെൻ ഇറ്റ് ഹാസ് എ പാർട്ടിക്കിൾ സൈസ് ലെസ് ദാൻ 2 മൈക്രോൺ. അപ്പോൾ 2 മൈക്രോണിൽ താഴെ സൈസ് വരുന്ന എല്ലാ സോയിൽ പാർട്ടിക്കിൾസിനെയും നമ്മൾ കൊഹിഷൻലെസ് എന്ന് പറയും, അല്ലെങ്കിൽ നോൺ കൊഹസീവ് എന്ന് പറയും. നോൺ പ്ലാസ്റ്റിക് സിൽട്ട് ആൻഡ് കോസർ ഗ്രെയിൻ സോയിൽസ് ആർ കൊഹിഷൻലെസ്. ഓക്കെ, അപ്പോൾ നോൺ പ്ലാസ്റ്റിക് ആയിട്ടുള്ള സിൽട്ടും കോസർ ഗ്രെയിനുമായിട്ടുള്ള സോയിൽസ് എല്ലാം നമ്മൾ കൊഹിഷൻലെസ് സോയിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കൊഹിഷൻലെസ് സോയിലിൻ്റെ എക്സാമ്പിൾ ക്ലേയും പ്ലാസ്റ്റിക് സിൽട്ടുമാണ്. കൊഹിസീവ് സോയിൽ. അടുത്തത് കൊഹിഷൻലെസ് സോയിൽ എന്ന് പറയുമ്പോൾ അത് നോൺ പ്ലാസ്റ്റിക് സിൽട്ട്, സാൻഡ്, ഗ്രാവൽ, അതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ട്രാൻസ്പോർട്ടഡ് സോയിലാണ്. ഇപ്പോൾ ട്രാൻസ്പോർട്ടഡ് സോയിൽ നമ്മൾ ഓൾറെഡി ആദ്യമേ പറഞ്ഞു, മെയിനായിട്ട് സോയിലിൽ നമുക്ക് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് റെസിഡ്യൂവൽ സോയിൽ. റെസിഡ്യൂവൽ സോയിൽ എന്ന് വെച്ചാൽ എന്താണ്? ആ റോക്കിൻ്റെ അകത്ത് തന്നെയുള്ള സോയിൽ പാർട്ടിക്കിൾസിനാണ് നമ്മൾ റെസിഡ്യൂവൽ സോയിൽ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ട്രാൻസ്പോർട്ടഡ് സോയിൽ. ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പാരന്റ് റോക്കിൽ നിന്ന് ഡിസെൻറ്റഗ്രേറ്റ് ചെയ്ത സോയിൽ പല ഫിസിക്കൽ കെമിക്കൽ ഡിസിൻറ്റഗ്രേഷനും ട്രാൻസ്പോർട്ടേഷനും വെതറിംഗ് ഒക്കെ വഴി ട്രാൻസ്പോർട്ട് ചെയ്ത് വേറെ ഏതെങ്കിലും സ്ഥലത്തിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ആ ട്രാൻസ്പോർട്ടഡ് സോയിലിനെ നമുക്ക് വെതറിംഗ് ഏജൻസി അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടിംഗ് ഏജൻസി ഏതാണോ അതിനനുസരിച്ച് നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് ക്ലാസ് ചെയ്യാം. അപ്പോൾ ട്രാൻസ്പോർട്ടഡ് സോയിലിൻ്റെ ചെറിയൊരു ക്ലാസിഫിക്കേഷനാണ് ഈ ഒരു ഫ്ലോ ചാർട്ടിൽ പറയുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടഡ് സോയിൽ, ഇനി ട്രാൻസ്പോർട്ടിംഗ് ഏജൻസി എന്താണോ ആ സോയിലിനെ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അത് ചിലപ്പോൾ വാട്ടർ ആയിരിക്കും, ചിലപ്പോൾ വിൻഡ് ആക്ഷൻ ആയിരിക്കും, ചിലപ്പോൾ ഗ്ലേഷ്യേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ ഗ്രാവിറ്റി ആയിരിക്കും. ഇപ്പോൾ ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ചില ഇതേപോലത്തെ മലനിരകളുണ്ട്, ചെറിയായിട്ട് പൊടിഞ്ഞു കഴിയുമ്പോൾ അത് തന്നെ ഇങ്ങനെ ഗ്രാവിറ്റി ആക്ഷൻ വഴി താഴത്തേക്ക് പോകും. അപ്പോൾ ആ രീതിയിൽ എന്തിൻ്റെ ആക്ഷൻ കൊണ്ടാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഇനി ഇപ്പോൾ ആ ഒരു വാട്ടറിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് ട്രാൻസ്പോർട്ടേഷൻ സംഭവിക്കുന്നതെങ്കിൽ അത് ഏത് ടൈപ്പ് വാട്ടറാണ്? ഫ്രഷ് വാട്ടറാണോ, സീ വാട്ടറാണോ? ഇനി ഫ്രഷ് വാട്ടർ ആണെങ്കിൽ അതിൽ തന്നെ സ്ട്രീമുണ്ട്, ലേക്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഫർദർ ക്ലാസിഫൈ ചെയ്ത് അങ്ങനെ ഉണ്ടാകുന്ന സോയിൽ ഡെപ്പോസിറ്റിനെ നമ്മൾ എന്ത് പേര് പറയും, അങ്ങനെ ഉണ്ടാകുന്ന സോയിലിൻ്റെ എക്സാമ്പിൾ എന്താണ്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫ്ലോ ചാർട്ടിൻ്റെ അകത്തുകൂടി പഠിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫ്ലോ ചാർട്ടാണ്. ഇതൊരു 3 മാർക്കിനൊക്കെ പാർട്ടിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ എല്ലാം ചോദിച്ചില്ലെങ്കിൽ പോലും വാട്ട് ആർ ദ എക്സാമ്പിൾസ് അല്ലെങ്കിൽ റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. വാട്ട് ആർ ദ ട്രാൻസ്പോർട്ടഡ് സോയിൽ ബേസ്ഡ് ഓൺ ട്രാൻസ്പോർട്ടിംഗ് ഏജൻസി ഓഫ് വാട്ടർ എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്രാവിറ്റി എടുക്കാം. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ സംഭവിക്കുന്നത് ഗ്രാവിറ്റി ആക്ഷൻ വഴിയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഉണ്ടാകുന്ന സോയിൽ ഡെപ്പോസിറ്റിനെ കൊലൂവിയൽ സോയിൽ എന്നാണ് പറയുന്നത്. കൊലൂവിയൽ സോയിൽ, അതിൻ്റെ എക്സാമ്പിൾ വരുന്നത് ടാലസ് എന്നാണ്. ഇതിൻ്റെ സോയിലിൻ്റെ എക്സാമ്പിളിൽ നമ്മൾ പറയുന്നത് ടാലസ് എന്നാണ്. അടുത്തത് ട്രാൻസ്പോർട്ടിംഗ് ഏജൻസി ഗ്ലേഷ്യർ ആണെങ്കിൽ, മഞ്ഞുരുകി എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയത്തില്ലേ, അപ്പോൾ അതാണെങ്കിൽ നമ്മളതിനെ ഗ്ലേഷ്യസ് എന്നാണ് പറയുന്നത്. അതിനെ നമ്മൾ ഗ്ലേഷ്യൽ ഡെപ്പോസിറ്റ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഗ്ലേഷ്യസ് ആക്ഷൻ വഴി ഉണ്ടാകുന്ന സോയിൽ ഡെപ്പോസിറ്റിനെ നമ്മൾ ഗ്ലേഷ്യൽ ഡെപ്പോസിറ്റ്സ് എന്ന് പറയും. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഈ കാണിച്ചേക്കുന്നത്. ഇതിലിപ്പോൾ എല്ലാം ഒന്നും ഓർത്തിരിക്കാൻ പറ്റത്തില്ല, ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾ പഠിക്കുക. ഗ്ലേഷ്യൽ ടിൽ, എസ്കേഴ്സ്, ഡ്രംലിൻസ്, ഏതെങ്കിലും 2 എണ്ണം പഠിച്ചു വെക്കുക. ഇനി അടുത്ത് നമ്മുടെ ട്രാൻസ്പോർട്ടിംഗ് ഏജൻറ്റ് വാട്ടർ ആണെങ്കിൽ അതിന് നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഫ്രഷ് വാട്ടറും ഉണ്ട്, സീ വാട്ടറും ഉണ്ട്. ഫ്രഷ് വാട്ടറിൽ തന്നെ നമുക്ക് സ്ട്രീംസും ഉണ്ട്, ലേക്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്ട്രീംസ് ആണ് ഈ ഒരു സോയിലിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ, സ്ട്രീംസ് വഴിയാണ് ഈ ഒരു സോയിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് അത് എവിടെയെങ്കിലും ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മളതിനെ അലൂവിയൽ ഡെപ്പോസിറ്റ്സ് എന്നാണ് പറയുന്നത്. അലൂവിയൽ ഡെപ്പോസിറ്റ്, അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഷെയിൽസും സിൽട്ടൊക്കെ. ഇനി അടുത്തത് ലേക്സ് ആണ് ട്രാൻസ്പോർട്ടിംഗ് ഏജൻറ്റ്. സോയിലിനെ ഒരു പാർട്ടിൽ നിന്ന് അടുത്ത ഒരു പോർഷനിലേക്ക് കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ടിംഗ് ഏജൻറ്റ് ലേക്സ് ആണ്. അല്ലെങ്കിൽ ലേക്കിലുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് കാരണമാണ് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ സംഭവിക്കുന്നതെങ്കിൽ അത് ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ ഒരു പോർഷൻ നമ്മൾ ലെക്കോസ്ട്രൈൻ സോയിൽ എന്നാണ് പറയുന്നത്. അല്ലേ, എല്ലാം ഇത് നമുക്ക് ലെക്കോസ്ട്രൈൻ ഡെപ്പോസിറ്റ്. അതിൻ്റെ എക്സാമ്പിളാണ് വാർവ്ഡ് മേൾ, MAR.
ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നേരെ സീ വാട്ടറിലേക്ക് വരാം. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് ഫ്രഷ് വാട്ടറിൻ്റെ കീഴിൽ വരുന്നതായിരുന്നു. ഇനി അടുത്തത് വാട്ടറിൽ തന്നെ സീ വാട്ടറിൽ നമുക്ക് സീ വാട്ടറിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കൊണ്ടുണ്ടാകുന്ന ആ ഒരു സോയിൽ ഡെപ്പോസിറ്റിനെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് മറൈൻ ഡെപ്പോസിറ്റ്സ് എന്നാണ്. മറൈൻ ഡെപ്പോസിറ്റ്, അതിൻ്റെ എക്സാമ്പിൾ പറയുന്നത് മറൈൻ ക്ലേ ആൻഡ് മാൾ. ഇവിടെ പറഞ്ഞ അതേ പേര്, മറൈൻ ഡെപ്പോസിറ്റിന് നമ്മൾ മറൈൻ ക്ലേയും മാളുമാണ് അതിൻ്റെ എക്സാമ്പിൾ. ഇനി അടുത്തത് ലാസ്റ്റ് വൺ, ഡ്യൂ ടു വിൻഡിൻ്റെ ആക്ഷൻ കൊണ്ടാണ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാകുന്നതെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന സോയിൽ ഡെപ്പോസിറ്റ് നമ്മൾ ആവോലൈൻ സോയിൽ എന്നാണ് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ലോസസ് ആൻഡ് സാൻഡ് ഡ്യൂൺസ്. ഓക്കെ, ഇത്രയാണ് ട്രാൻസ്പോർട്ടഡ് സോയിലിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പറഞ്ഞ ഓരോ പേരുകളാണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത്. എന്താണ് ലെക്കോസ്ട്രെയിൻ ഡെപ്പോസിറ്റ്, എന്താണ് അലൂവിയൽ ഡെപ്പോസിറ്റ്, അതിൻ്റെ ചെറിയൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനാണ് പറയുന്നത്. ഇത് മിക്കവാറും അങ്ങനെ ചോദിക്കാറില്ല എങ്കിലും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ട്രാൻസ്പോർട്ടിംഗ് ഏജൻറ്റ്, അതായത് നമ്മളോട് ചോദിക്കുക ഈ ട്രാൻസ്പോർട്ടഡ് സോയിലിൻ്റെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് വാട്ടറാണ് അതിൻ്റെ ട്രാൻസ്പോർട്ടിങ് ഏജൻസി, അങ്ങനെ അതിനെ മാത്രം ബേസ് ചെയ്തിട്ട് ഷോർട്ട് നോട്ട് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ആകെപ്പാടെ ഈ ഒരു ഫ്ലോ ചാർട്ട് മാത്രമേ വരക്കാൻ പറ്റൂ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും രണ്ടെണ്ണത്തിനെ പറ്റിയെങ്കിലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ടിപ്പിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഒന്നാമത്തത് ലെക്കോസ്ട്രെയിൻ ഡെപ്പോസിറ്റ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒന്ന് ലെസ് കെമിക്കൽസ്, ഡിപ്രസ്ഡ് സ്ട്രക്ചറാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ലെക്കോസ്ട്രെയിൻ ഡെപ്പോസിറ്റിൽ അതിൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ കെമിക്കൽ കോമ്പോസിഷൻ അല്ലെങ്കിൽ കെമിക്കൽസ് കുറവായിരിക്കും, ഡിപ്രസ്ഡ് സ്ട്രക്ചർ ആയിരിക്കും ഫോം ചെയ്യുന്നത്. അടുത്തത് മറൈൻ ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, മോർ കാൽഷ്യം കണ്ടൻറ്റ്, അങ്ങനെ ഉണ്ടാകുന്ന ഡെപ്പോസിറ്റിൽ കാൽഷ്യം കണ്ടൻറ്റ് വളരെ കൂടുതലായിരിക്കും. ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതുവഴി ഉണ്ടാകുന്ന ആ ഒരു സോയിൽ സ്ട്രക്ചറിന് ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാകുന്നത്. അടുത്തത് ആവോലിയൻ സോയിൽ. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വെരി ഫൈൻ ഗ്രെയിൻഡ് യൂണിഫോം സോയിലായിരിക്കും ഉണ്ടാകുന്നത്. വളരെ ഫൈൻ എന്ന് വെച്ചാൽ വളരെ ചെറുതായിട്ടുള്ള യൂണിഫോം സോയിൽ എന്ന് വെച്ചാൽ ഒരേ കളറിലുള്ള വളരെ ഫൈനായിട്ടുള്ള സോയിൽ ഡെപ്പോസിറ്റ് ആയിരിക്കും ആവോലിയൻ സോയിൽ എന്ന് പറഞ്ഞാൽ. വൺ സൈസ് വിൽ ബി പ്രിഡോമിനൻറ്റ്, ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് സൈസ് ആയിരിക്കും ആ ഒരു ആവോലിയൻ സോയിൽ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ളത്. ഇതിൻ്റെ എക്സാമ്പിൾ വരുന്നത് ഡിസേർട്ട് സാൻഡ്, സീ സാൻഡൊക്കെയാണ് എൻ്റെ എക്സാമ്പിൾ. ഇനി അടുത്തത് അലൂവിയൽ സോയിൽ എന്ന് പറയുമ്പോൾ വെൽ ഗ്രേഡഡ് സോയിലായിരിക്കും. വെൽ ഗ്രേഡഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഗ്രെയിൻ സൈസ് എന്ന് വെച്ചാൽ പല സൈസിലുള്ള സോയിൽസിൻ്റെ ഒരു ഗ്രൂപ്പായിരിക്കും. അതിനെയാണ് നമ്മൾ വെൽ ഗ്രേഡഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അതിനകത്ത് എല്ലാ ടൈപ്പ് സൈസുള്ള പാർട്ടിക്കിൾസും ഉണ്ടാവും. അടുത്തത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴി ഉണ്ടാകുന്ന ആ ഒരു ഡെപ്പോസിറ്റ് കോസസ് അവലാൻച്ചി ആൻഡ് ലാൻഡ് സ്ലൈഡ്സ്. അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ പ്രോസസ്സും ഉണ്ട്, ലാൻഡ് സ്ലൈഡ്സും ഭൂമി ആ ഒരു ക്രാക്സ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അടുത്തത് ഗ്ലേഷ്യർ, ബിഗ് മാസസ് ഓഫ് ഐസ് ഫ്ലോട്ടിംഗ് ഓൺ സീ ഡ്യൂറിങ് വിൻ്റർ. വാട്ടർ വിൽ ഫ്രീസ് ടു ഫോം ലാർജ് മാസസ് ഓഫ് ഐസ്. അപ്പോൾ സീയിലൊക്കെ ഫ്ലോട്ടിംഗ് ഐസ് നമുക്ക് കാണാം. തണുപ്പ് രാജ്യത്തൊക്കെ ആണെങ്കിൽ സീ ഷോറിലും സീയുടെ മുകളിലൊക്കെ നമുക്ക് ഐസിൻ്റെ ഒരു കട്ടകൾ നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഇനി വിൻ്റർ ആകുമ്പോഴത്തേക്ക് എന്താണ്, ഇത് തണുത്തിട്ട് ഈ വാട്ടർ മോളിക്യൂൾസൊക്കെ തണുത്തിട്ട് ഫ്രീസ് ചെയ്ത് അത് വലിയ ലാർജ് ആയിട്ടുള്ള ഒരു ഐസ് മോളിക്യൂൾ അല്ല ഐസ് മാസ് ആയിട്ട് മാറും. ഇനി സമ്മറിൽ എന്ത് സംഭവിക്കും, ഡ്യൂറിങ് സമ്മർ ഇറ്റ് സ്റ്റാർട്ട് മെൽറ്റിംഗ് ആൻഡ് സ്റ്റാർട്ട് ഡ്രിഫ്റ്റിംഗ്. അത് പതുക്കെ വെള്ളത്തിൻ്റെ മുകളിൽ കൂടി ഒഴുകാൻ തുടങ്ങും. അതായത് ഇതിപ്പോൾ സീ ആണെങ്കിൽ ഇതിങ്ങനെ ഐസ് കട്ടയായിട്ട് ഇരിക്കുമായിരിക്കും വിൻ്ററിൽ. സമ്മർ ആയി കഴിയുമ്പോഴത്തേക്കും ചൂട് കൊണ്ട് ഈ ഐസ് കട്ടകളൊക്കെ മെൽറ്റ് ചെയ്ത് പല പല പീസസ് ആയിട്ട് മാറും. ഈ ഓരോ പീസും ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് ഒഴുകി നടക്കാൻ തുടങ്ങും. ഡ്രിഫ്റ്റിംഗ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഇറ്റ് ക്യാരി സോയിൽ പാർട്ടിക്കിൾസ് അലോങ് വിത്ത് ഇറ്റ്. ഈ ഐസിൻ്റെ അകത്ത് ഓരോ ചെറിയ സോയിൽ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഫ്ലോട്ട് ചെയ്ത് ഡ്രിഫ്റ്റ് ചെയ്ത് ഒരു സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ ഒപ്പം ഈ ഒരു സോയിൽ പാർട്ടിക്കിൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. വെൻ ഇറ്റ് മെൽസ് ഇറ്റ് ഡെപ്പോസിറ്റ് സോയിൽ. അപ്പോൾ ഈ ഐസ് എവിടെ വെച്ചാണോ ഫുള്ളായിട്ട് മെൽറ്റ് ചെയ്ത് പോകുന്നത് ആ പോയിന്റിൽ അതിൻ്റെ അകത്തുള്ള സോയിൽ പാർട്ടിക്കിൾസിന് അതവിടെ ഡെപ്പോസിറ്റ് ചെയ്തിടും. ദിസ് സോയിൽ ഈസ് കോൾഡ് ടിൽ. അപ്പോൾ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് കിട്ടുന്ന സോയിലാണ് നമ്മൾ ടിൽ എന്ന് പറയുന്നത്. ദിസ് ഇസ് ടൈപ്പ് ഓഫ് വെൽ ഗ്രേഡഡ് സോയിൽ. അപ്പോൾ ഇത് ഒരു വെൽ ഗ്രേഡഡ് ടൈപ്പ് ഓഫ് സോയിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ടൈപ്സ് ഓഫ് സോയിൽ ഫോർമേഷൻ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്.
ഓക്കെ, അപ്പോൾ ഈ ഒരു ലെക്ചറിൽ ഇത്രയാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. താങ്ക് യു.